നമസ്കാരം. നമ്മൾ 2024 കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൽ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ 4 നോക്കി. ഇന്നിപ്പം കോട്ടയം, കോഴിക്കോടാണെന്ന് തോന്നുന്നു, കോഴിക്കോട് ജില്ലകളിലേക്ക് നടത്തിയ LDCയുടെ ചോദ്യവും ഉത്തരമാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: കുളച്ചൽ യുദ്ധം നടന്നത് 1748 48ആണോ വർഷം? അല്ലല്ലോ, അപ്പോൾ അത് തെറ്റ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ശരിയാണേ. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ആണോ? അല്ല. ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രിഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അതും ശരിയാണ്. 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ചേറ്റൂർ ശങ്കരൻ നായർ അമരാവതി സമ്മേളനത്തിലാണ്. ഓപ്ഷൻ സി, അമരാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എന്തെല്ലാം? തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. ഇത് ശരിയാണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. കുംഭകോണത്താണോ? രാമേശ്വരത്തല്ലേ? അപ്പം ഇത് തെറ്റാണ്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷി എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. അബ്ദുൽ കലാമിന്റെ ബുക്ക് അഗ്നിച്ചിറകുകളാണ്. അപ്പം ഇതും തെറ്റാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇത് ശരിയാണ്. തെറ്റായിട്ടുള്ള ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് തെറ്റ്. 2ഉം 3ഉം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരായിരുന്നു? VP മേനോൻ. ഓപ്ഷൻ ഡി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്: കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ. ഈ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സമമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം കൂടുകയാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവന? പ്രസ്താവന 2 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്: കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? തീവ്ര ഉപജീവന കൃഷിയാണ് കേരളത്തിൽ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ. നെക്സ്റ്റ്: തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മാസ്ക്രീൻ ഹൈറ്റ്. നെക്സ്റ്റ്: ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? പശ്ചിമഘട്ടമാണ് കേട്ടോ. പശ്ചിമഘട്ടമാണ് വേർതിരിക്കുന്നത്. നെക്സ്റ്റ്: താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വലനം, അതായത് ഫോൾഡിംഗ് കാരണം രൂപപ്പെട്ട മടക്ക് പർവ്വത നിരയാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടു. ഇതെല്ലാം ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഒന്നുമില്ല. ഇവയിൽ ഒന്നുമല്ല. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്: സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമോപചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് എഴുതിയത്? CS മീനാക്ഷിയാണ് എഴുതിയത് കേട്ടോ. ഭൗമോപചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്നുള്ള ഗ്രന്ഥം എഴുതിയത് CS മീനാക്ഷി.
നെക്സ്റ്റ്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ഹരിത വിപ്ലവ കാലത്ത് ഉൽപ്പാദിപ്പിച്ചത്. അതും ശരിയാണ്. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ മാത്രം ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഏതാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയായിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1950. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. WTO നിലവിൽ വന്ന വർഷം 1995. ഓപ്ഷൻ ബി. ലോക ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. ഓപ്ഷൻ എ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഏതാണ് കാരണം? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ഗവർണർ പരീക്ഷ നടക്കുന്ന സമയത്തായിരുന്നേ ശക്തികാന്ത ദാസ്. നെക്സ്റ്റ്, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്? ഇപ്പോൾ 2022 ഈ അടുത്ത കാലത്തുള്ള ബജറ്റുകളെല്ലാം അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്ന് എടുത്താണ്. ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്. അതും ശരിയാണ്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇത് ശരിയല്ല. ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ശരിയാണ്. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. ഇത് തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഏതാണ് ശരി? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമല്ല റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റൂ. അപ്പം ഓപ്ഷൻ ബി ആണ്. 1 മാത്രം ശരിയാണ് ആൻസർ. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുവാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ഏതാണ് ശരി? ഇതെല്ലാം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയും ഓപ്ഷൻസ് തെറ്റായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടി ഉറപ്പിക്കുക. ഏതാണ് എൻ്റെ ആൻസർ വരുന്നത്? 1ഉം 2ഉം. ഏക പൗരത്വവും അന്തർദേശീയ സമാധാനവുമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്.
നെക്സ്റ്റ്, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക് ഇലക്ട്രൽ കോളേജിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങൾ അല്ല. ഏതാ ഇത് ശരിയായിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ഉപരാഷ്ട്രപതിയുടെ കാലാവധി 6 വർഷമാണോ? അല്ല, അപ്പോൾ അത് തെറ്റാണ്. അടുത്ത, ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ശരിയാണ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക് ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. എല്ലാ അംഗങ്ങളും ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. അപ്പം 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നെക്സ്റ്റ്, കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയാണല്ലോ. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. ശരിയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അതും ശരിയാണ്. ഓപ്ഷൻ ഡി. 3ഉം ശരിയാണ്. ഓക്കെ. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കൃഷി. ഏതാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? 1ഉം 2ഉം അല്ലേ? ഓപ്ഷൻ ഡി. 1ഉം 2ഉം. വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫുമാണ് ഏത് ലിസ്റ്റിൽ? സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, യൂണിയൻ ലിസ്റ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ഏതാണ് ശരി? ഇത് 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 73ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. ശരിയാണോ? അല്ല. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാ? 73 അല്ല. 74ാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. അത് ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. 2ഉം ശരിയാണ്. 3ഉം ശരിയാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. ശരിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. ശരിയാണ്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ട്. ശിക്ഷ നൽകാനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒന്നും ഇല്ല. അപ്പം ആൻസർ വരുന്നത് 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് പ്രധാന ധർമ്മം. ഏതാ ചോദിച്ചിരിക്കുന്നത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആണോ നിയമസഭയും ലോക്സഭയും തിരഞ്ഞെടുപ്പ്? അല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ ഏതാണ് ശരി? 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ്, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ശരിയാണ്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ശരിയാണ്. ഭരണഘടനയുടെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതും ശരിയാണ്. അപ്പം 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിൽ 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണെന്നാണ് കേട്ടോ. ആരാണ്?
കാറ്റ്ലിൻ കാരിക്ക്. നെക്സ്റ്റ്, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത്? എവിടെയാ? കുനോൾ ദേശീയോദ്യാനം. ഓപ്ഷൻ സി. നെക്സ്റ്റ്, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക കേട്ടോ. ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, കാൽസിറ്റോൺ, പാരാതെർമോൺ, തൈമോസിൻ, തൈറോക്സിൻ, സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക്. ഇതിനകത്ത് ഏതാണ് പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി എന്ന് പറയുന്നത്? ഏതാണ്? തൈമോസിനും തൈറോക്സിനും. ഓക്കെ. നെക്സ്റ്റ്, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ആണോ? അല്ല. സി കൊഴുപ്പിൽ ലയിക്കുമോ? ജീവകം B3 അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ശരിയാണല്ലോ അത്. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യം ജീവകം എ ആണോ? ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. സ്കർവി സിയുടെ ആണ്. അപ്പം ഏതാ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. ജീവകം B3 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ഓക്കെ. മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? മന്തുരോഗം ഉണ്ടാക്കുന്നത് ഫൈലേറിയൻ വിരകളാണ്. ഓപ്ഷൻ എ. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിൽ എന്താണ്? എൻസൈം ഒന്നുമില്ല. ഫങ്ഷൻ എന്താണ്? ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ്. സഹായിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് എൻസൈമുകളൊന്നും ഇല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ, പ്രകാശവർഷം, കാൻഡില. ഏതാണ് യൂണിറ്റ്? 1ഉം 2ഉം മാത്രമാണ് കേട്ടോ. ലൂമിനസ് ഇൻറ്റൻസിറ്റിയിലാണ് കാൻഡില. നെക്സ്റ്റ്, മഴവില്ലുണ്ടാകുന്നതിന് കാരണം എന്ത്? മഴവില്ലുണ്ടാകുന്നത് എന്താണ്? പ്രകാശത്തിൻ്റെ പ്രകീർണനം മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്താണ്? എന്താണ് ആൻസർ വരുന്നത്? 0.810 ആണ് കേട്ടോ. 0.810. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? PSLV C-57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ്റെ റോവർ ഏതാണ്? പ്രഗ്യാൻ. ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? കേവല പൂജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? -273 ആണ് കേവല പൂജ്യം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ്? എസും ബിയും കൂടി ചേരുമ്പോൾ പറയുന്ന പേരെന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓപ്ഷൻ ബി. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ്, പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം ഏതാ? കാർബൺ നാനോ ബഡുകളാണ് കേട്ടോ. കാർബൺ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ്? മൗങ്കിജി ഭവൻഡി, ലൂയിസ് ബ്രസ്, അലക്സെ യെക്കിമോവ്. ഇവർക്കല്ല കിട്ടിയത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഉചിതമായത് ചേർത്തെഴുതുക. കുറച്ച് വരികളും തന്നിട്ടുണ്ട്, അത് ആരുടെയാണെന്നുള്ളതാണ് എഴുതുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം, ആ വരികൾ എഴുതിയത് ആരാണ്? KR ടോണിയുടെയാണത്. KR ടോണി. ഒരു വേള പഴക്കമേറിയാൽ, ആ വരികൾ എഴുതിയത് PP രാമചന്ദ്രൻ്റെയാണ്. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞ് എന്നുള്ളത് അൻവർ അലിയുടെയാണ്. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി എന്ന് പറഞ്ഞത് ആരാണ്? OP സുരേഷ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അല്ലേ? ഓപ്ഷൻ ഡി. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആത്മവിദ്യാ സംഘമായിട്ടാണ്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടതാണ്. അഭിനവ കേരളം ശരിയാണ്. ആത്മവിദ്യാ സംഘം ആരുടെ നേതൃത്വത്തിലാണ്? വാഗ്ഭടാനന്ദന. അപ്പം 2 തെറ്റ. ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ചെസ്സുമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ ഓരോ കളിയും അതുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളും. ഇപ്പോൾ ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ് തന്നേക്കുന്നതിനകത്ത്? കാസ്ലിംഗ് ശരിയാണ്, സ്റ്റെയിൽമെറ്റും ശരിയാണ് കേട്ടോ. അപ്പം ഇതും ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. 2 ശരിയായിട്ട് വരുന്നത് ഏതാണ്? 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപമാണ് മുടിയേറ്റ്. ഓപ്ഷൻ ബി. കാലക്രമം അനുസരിച്ച് എഴുതുക. കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ തന്നിട്ടുണ്ട്, പത്രം നവോത്ഥാന കാലത്തെ. അപ്പോഴേ അതിൻ്റെ കാലക്രമം അനുസരിച്ച് എഴുതണം. ഫസ്റ്റ് ഏതാണ്? പശ്ചിമോദയം, രാജ്യസമാചാരം, പശ്ചിമധാരിക, കേരളം മിത്രം. അതിൽ 4 പത്രത്തിൽ ആദ്യം തുടങ്ങിയതാണ് രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമധാരിക, കേരളം മിത്രം. അതാണ് ശരിയായിട്ടുള്ള കാലക്രമം അനുസരിച്ച് എഴുതുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാ? സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള ധനസഹായ പദ്ധതി നൽകുന്നതാണ് എന്ന് പറയുന്നത് സ്നേഹപൂർവം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. കേരളശ്രീ ആർക്കാ കിട്ടിയത്? വൈക്കം വിജയലക്ഷ്മിക്ക്. കേരളപ്രഭ കിട്ടിയതോ? ഓംചേരി NN പിള്ളയ്ക്ക്. കേരള ജ്യോതി MT വാസുദേവൻ നായർക്ക്. പത്മശ്രീ കിട്ടിയത് ചെറുവയൽ രാമൻ. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആട്ടോ. നെക്സ്റ്റ്,
കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹെഡ്ഫോൺ ഔട്ട്പുട്ടാണ്, നമുക്ക് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലേ? സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്, സൗണ്ട് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ സൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് അല്ല. ഓപ്ഷൻ ഡി. PDF-ൻ്റെ ഫുൾ ഫോം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ് PDF-ൻ്റെ ഫുൾ ഫോം. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത്? ഈ ക്വസ്റ്റ്യനും BSc ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം. വെബ് ബ്രൗസർ ഏതാണ്? ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസേഴ്സ്? ഗൂഗിൾ ക്രോം, സഫാരി, അങ്ങനെയുള്ള മോസില, ഫയർഫോക്സ്, അതൊക്കെയാണ് വെബ് ബ്രൗസർ. നെക്സ്റ്റ്, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാ? ജെമിനി. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കുറ്റകൃത്യമാണ്? വോയൂറിസം. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്ര രൂപയാണ്? എത്ര രൂപയാണ് ജില്ലാ കമ്മീഷന്? 50 ലക്ഷം രൂപ വരെയുള്ള കേസാണ് ജില്ലാ കമ്മീഷന്റെ പരിധിയിൽ വരുന്നത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അന്നത്തെ ആൻസർ ഇതിലില്ല. നെക്സ്റ്റ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 5 വർഷം വരെ തടവാണ് ലഭിക്കാവുന്ന ശിക്ഷ. നെക്സ്റ്റ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്ര പേരുണ്ടായിരിക്കണം? ന്യൂനപക്ഷ കമ്മീഷനുള്ള അതിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? എത്ര പേരാണ്? 5 പേര്. നെക്സ്റ്റ്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. കുട്ടികളുടെ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും എന്നാണ് പറയുന്നത്. അതായത് ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. നെക്സ്റ്റ്, ഒറ്റയാനെ കണ്ടെത്തുക. 4 ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് വന്നേക്കുന്നത്? 6ൻ്റെ സ്ക്വയർ 36 വരും. 36ൻ്റെ കൂടെ 2 കൂടെ കൂട്ടി 38 എഴുതി. അപ്പോൾ 9ൻ്റെ സ്ക്വയർ 81ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പം 83 വരേണ്ടത്. 11ൻ്റെ സ്ക്വയർ 121ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പം 123. 15ൻ്റെ 225ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പം 227. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഏതാ? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഇനി സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 168 + 72 ÷ 9. ഇതിപ്പം ആദ്യം ഇത് ചെയ്യുമ്പോൾ 8 കിട്ടും. പിന്നെ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ ആകുമ്പോഴോ 4 LCM എടുത്ത് ചെയ്യുമ്പം ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 24 ആൻസർ വരുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണാൻ. ഇതിൻ്റെ മീഡിയൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ
6.19 ആണ് എൻ്റെ മീഡിയം വരുന്നത്. ഒരു കോഡിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്നതിനെ എങ്ങനെ കോഡ് ഉപയോഗിച്ച് എഴുതാം? ഇതിൻ്റെ ആൻസർ C ആണ്. ചെയ്താൽ കിട്ടുന്നത്. നെക്സ്റ്റ്, 1നും 50നും ഇടയിൽ വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക 600 ആണ് ആൻസർ കേട്ടോ. 1നും 50നും വരുന്ന ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക 600. 3, 8, 15 ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. നീളവും വീതിയും തുല്യമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3, 8, 15, 24. അടുത്ത് വരുന്നത് 35. അടുത്തത് സിംപ്ലിഫൈ ചെയ്യാനാണ്. 125 by 8 the all raised to 2/3. 2/3 എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 125 by 8ൻ്റെ സ്ക്വയർ എടുക്കണം. നെക്സ്റ്റ് 16 by 625 raised to 1/2. 1/2 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാ റൂട്ട് എടുക്കണം. 1/3 അല്ലേ ഇവിടെ വരുന്നത്? 2/3. അപ്പം ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 5 × 5 × 5 എന്ന് എഴുതാം. ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 5 എടുക്കണം. വീണ്ടും സ്ക്വയർ അല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ 2 പ്രാവശ്യം എഴുതണ്ടേ? 125 125. താഴെ വരുമ്പം 2 × 2 × 2 2 × 2 × 2. അപ്പം 5 × 5 പുറത്ത് വരും. 2 × 2 വരും. ഇവിടെ 4 ഡിവൈഡഡ് ബൈ 25 വരും. അപ്പോൾ 25 കട്ട് ചെയ്തതും 4 കട്ട് ചെയ്തതും ആൻസർ വരുന്നത് 1 ആണ്. നെക്സ്റ്റ്, അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് എങ്കിൽ അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം എന്ത്? എന്താണ് അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം? സഹോദരനാണ്. നെക്സ്റ്റ്, സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്ലറിക്കൽ എബിലിറ്റി. തന്നിരിക്കുന്ന പേരും വിലാസത്തോട് തുല്യമായതുമായ ഏതാണെന്ന് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് ഈ സെയിം തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ വരുന്നത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? C ആണ്. ഇതാണ് എൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, Z ഇവിടെ വന്നപ്പം SI. ഇവിടെ RA എന്നുള്ളത് ഇവിടെ എത്തിയപ്പം RO ആയി കണ്ടോ. നെക്സ്റ്റ് ഇവിടെ MU എന്നുള്ളത് ഇവിടെ എത്തിയപ്പം MO ആയി. കറക്റ്റായിട്ടുള്ളത് C ആണ്, ഓപ്ഷൻ C ആണ്. ഇംഗ്ലീഷും മലയാളം നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.